ഫ്രണ്ട്സ്, നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ ഓണർഷിപ്പിലുള്ള ഒരു ഇൻഷുറൻസ് കമ്പനിയാണ് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും, ദ ഓറിയൻ്റൽ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ്. അപ്പോൾ ഇതിൽ അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന തസ്തിയിലേക്ക് വിളിച്ചിട്ടുണ്ട്. 500ഓളം വേക്കൻസികളാണ് വന്നിരിക്കുന്നത്. നമ്മുടെ കേരളത്തിലും വേക്കൻസി ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് അപേക്ഷ നൽകാനുള്ള യോഗ്യത എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിലുള്ള ജസ്റ്റ് ഒരു ഡിഗ്രി ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. എനി ഡിഗ്രിയാണ്. അപ്പോൾ ഏതെങ്കിലും വിഷയത്തിൽ ഒരു ഗ്രാജുവേഷൻ നിങ്ങൾക്കുണ്ടോ, നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇതിലേക്കുള്ള സെലക്ഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം വിശദമാക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട, മുഴുവനായിട്ടും കാണുക. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലേക്ക് എനേബിൾ ചെയ്ത് വെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ വരാം. ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ, നിങ്ങൾക്കൂടെ കാണാം, ദി ഓറിയൻ്റൽ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ്. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് 1/8/2025 അപ്പോൾ 500ഓളം അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന തസ്തിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ഓണർഷിപ്പിലുള്ള ഇൻഷുറൻസ് കമ്പനിയാണ്. അപ്പോൾ അസിസ്റ്റൻ്റ് ക്ലാസ് 3 കാറ്റഗറിയിലാണ് വിളിച്ചിരിക്കുന്നത്. നിങ്ങൾക്കൂടെ കാണാം. ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് 2/8/2025 മുതൽ 17/8/2025 വരെ നിങ്ങൾക്ക് ഇതിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഓഗസ്റ്റ് 2 മുതൽ നിങ്ങൾക്ക് ഓഗസ്റ്റ് 17 വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 2 ലെവൽ എക്സാമിനേഷനാണ്. Tier 1 പ്രിലിമിനറി എക്സാമിനേഷൻ, Tier 2 ദെൻ മെയിൻ എക്സാമിനേഷൻ, അങ്ങനെ 2 എക്സാമിനേഷനാണ്. ഇൻ്റർവ്യൂ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതിൻ്റെ പ്രിലിമിനറി എക്സാമിനേഷൻ നടക്കുന്നത് 7/9/2025, മെയിൻ എക്സാമിനേഷൻ നടക്കുന്നത് 28/10/2025 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു ഡേറ്റ് മനസ്സിലാക്കി നിങ്ങൾ അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾക്ക് കോൾ ലെറ്റർ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നത് ഈ പറയുന്ന മെയിൻ എക്സാമിനേഷൻ്റെ പ്രിലിമിനറി എക്സാമിനേഷൻ്റെ ഒക്കെ കോൾ ലെറ്റർ ആ എക്സാം ഡേറ്റിൻ്റെ 7 ദിവസം മുൻപ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോൾ ലെറ്റർ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ആ ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് അങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഇനി ഇതിലേക്ക് ഓൺലൈനായിട്ട് മാത്രമേ അപേക്ഷ സ്വീകരിക്കുകയുള്ളൂ, പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഇതിൽ നിങ്ങൾക്ക് നിലവിൽ വന്നിരിക്കുന്ന വേക്കൻസി എന്ന് പറഞ്ഞാൽ വിവിധ സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി അടിസ്ഥാനത്തിലുള്ള വേക്കൻസിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ക്ലറിക്കൽ കാറ്റഗറിയിലുള്ള വേക്കൻസിയാണത്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സ്റ്റേറ്റിലേക്ക് അല്ലെങ്കിൽ ഒരു യൂണിയൻ ടെറിട്ടറി ഇതിലേതെങ്കിലും ഒന്നിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ കേരളത്തിൽ അപ്ലൈ ആണെങ്കിൽ എനിക്ക് പിന്നെ തമിഴ്നാട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. തമിഴ്നാട് അപ്ലൈ ചെയ്തവർക്ക് വീണ്ടും കേരളത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലേക്ക് ഒരു ഉദ്യോഗാർത്ഥിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് സ്റ്റേറ്റ് വൈസ് വാക്കൻസീസ് കാര്യങ്ങളിവിടെ ഉണ്ട്. അപ്പോൾ കേരളത്തിൽ നമുക്ക് ഇവിടെ കാണാം, നമ്മുടെ റീജിയണൽ ലാംഗ്വേജ് അല്ലെങ്കിൽ ലോക്കൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് നമുക്ക് മലയാളമാണ്. ഓക്കെ, അപ്പോൾ മലയാളം എഴുതാനും വായിക്കാനും സംസാരിക്കാനും അറിഞ്ഞിരിക്കണം. ഇനിയിപ്പോൾ നിങ്ങൾ കേരളത്തിലേക്ക് തമിഴ്നാട്ടിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ തമിഴ് നിങ്ങൾക്ക് എഴുതാനും വായിക്കാനും സംസാരിക്കാനും അറിഞ്ഞിരിക്കണം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഡൽഹിയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിൽ യാതൊരു പ്രശ്നമില്ല. ഹിന്ദി നിങ്ങൾക്ക് എന്താണ് സംസാരിക്കാനും എഴുതാനും വായിക്കാനും അറിഞ്ഞിരിക്കണം. അപ്പോൾ അവിടെയുള്ള അതത് ലാംഗ്വേജുകൾ നമുക്ക് എന്താണ് ഡീൽ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അങ്ങനെ നിങ്ങൾക്ക് അറിയെങ്കിൽ ഏത് സ്റ്റേറ്റിലേക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. അപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലേക്ക് ഒരു ഉദ്യോഗാർത്ഥിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഏറ്റവും കൂടുതൽ വാക്കൻസി നോക്കി നിങ്ങൾക്ക് ഈ പറയുന്ന അവിടുത്തെ ലാംഗ്വേജ് നോക്കാം. അപ്പോൾ ലാംഗ്വേജ് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ സ്റ്റേറ്റിലേക്കും അപ്ലൈ ചെയ്യുന്നതിൽ യാതൊരു പ്രശ്നമില്ല. കേരളത്തിൽ ആകെ മൊത്തം നമുക്ക് 37 വാക്കൻസിയാണ് വന്നിരിക്കുന്നത്. അതിൽ തന്നെ നിൽക്കണം SCക്ക് 9, STക്ക് റിസർവ് വാക്കൻസി ഇല്ല. പിന്നെ OBCക്ക് 9 വാക്കൻസി ഉണ്ട്. പിന്നെ EWSന് 3 വാക്കൻസി, പിന്നെ ജനറലിൽ 16 വാക്കൻസി. ഇൻ കേസ് ഇപ്പോൾ SCക്ക് വാക്കൻസി ഇല്ലെങ്കിലും STക്ക് വാക്കൻസി ഇല്ലെങ്കിലും അവർക്ക് എന്ത് ചെയ്യാം, ജനറൽ വാക്കൻസിയിലേക്ക് 16 വാക്കൻസിയിലേക്ക് അവർക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ റിസർവ് വാക്കൻസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ റിസർവേഷൻ കാര്യങ്ങളൊക്കെ ലഭിക്കും. ഇല്ലെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ജനറൽ വാക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ തമിഴ്നാടൊക്കെ ആണെങ്കിൽ ടോട്ടൽ 37 വാക്കൻസി ഉണ്ട്. പിന്നെ കൂടുതൽ വാക്കൻസി ഒക്കെ ഇവിടെ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മതി കേട്ടോ. ഏറ്റവും കൂടുതൽ വാക്കൻസി വന്നിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ 66 വാക്കൻസി വന്നിട്ടുണ്ട് ഡൽഹി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഹിന്ദി സംസാരിക്കാനും വായിക്കാനും എഴുതാനൊക്കെ അറിയെങ്കിൽ അവിടേക്കും അപ്ലൈ ചെയ്യാം. അപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലേക്കോ അല്ലെങ്കിൽ ഒരു യൂണിയൻ ടെറിട്ടറി ഇതിലേതെങ്കിലും ഒന്നിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ പറയുന്നപ്പം ഫോർ എക്സാമ്പിൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഇപ്പം നിങ്ങളിപ്പോൾ ഡൽഹിയിലേക്ക് അപ്ലൈ ചെയ്തു. ഓക്കെ, ഡൽഹിയിലേക്ക് അപ്ലൈ ചെയ്ത ഉദ്യോഗാർത്ഥിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പിന്നെ കേരളത്തിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇനി കേരളത്തിൽ അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് തമിഴ്നാട്ടിലേക്ക് അപ്ലൈ ചെയ്യാൻ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ 500 വാക്കൻസിയാണ് ടോട്ടൽ വന്നിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി കാര്യങ്ങളിൽ ഏജ് ലിമിറ്റ് നോക്കാം. 31/7/2025 എന്ന് പറയുന്ന ഈ ഡേറ്റിലേക്ക് മിനിമം 21 വയസ്സ് പൂർത്തിയായിരിക്കണം. മാക്സിമം 30 വയസ്സ് വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. മാക്സിമം ഏജ് ലിമിറ്റ് 30 വയസ്സാണ്. ഇനി OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 3 വർഷം, SC/ST ആണെങ്കിൽ 5 വർഷം, PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 10 വർഷം വരെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. പിന്നെ എക്സ് സർവീസ്മാനും നിശ്ചയമുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. പിന്നെ ഡിവോഴ്സ്ഡ് ആയുള്ള വനിതകൾക്കും പിന്നെ നിലവിൽ ഓറിയൻ്റൽ ഇൻഷുറൻസ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ എല്ലാവർക്കും ഏജ് റിലാക്സേഷൻ ഉണ്ട് കേട്ടോ. ഓക്കെ,
ഇനി അടുത്തത് നമുക്കിതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ്. അപ്പോൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാം ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ ആണ്. ജസ്റ്റ് നിങ്ങൾക്ക് ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതായത് എനി ഡിഗ്രിയാണ്. എനി ഡിഗ്രി ഉള്ളവർക്ക് ഇതിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അതിന് തുല്യമായുള്ള ഇക്വലൻറ്റ് ക്വാളിഫിക്കേഷൻ ഉണ്ടായാൽ മതി കേട്ടോ. ജസ്റ്റ് ഡിഗ്രിയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ. സബ്ജക്റ്റ് മാറ്ററേ അല്ല. നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റ് നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. എഞ്ചിനീയറിങ്ങോ നോൺ എഞ്ചിനീയറിങ്ങോ ഏത് കാറ്റഗറിയിൽ നിങ്ങൾക്ക് ഗ്രാജുവേഷൻ ഉണ്ടെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. അതോടൊപ്പം തന്നെ നമുക്ക് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ 10ാം ക്ലാസ് ലെവലിലോ അല്ലെങ്കിൽ +2 ലെവലിലോ അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് അല്ലെങ്കിൽ ഗ്രാജുവേഷൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഹൈസ്കൂളിലോ അല്ലെങ്കിൽ ഹയർ സെക്കൻഡറിയിലോ അല്ലെങ്കിൽ നിങ്ങൾ ബിരുദ തലങ്ങളിലോ നിങ്ങൾക്ക് ജസ്റ്റ് എന്താണ് ഇംഗ്ലീഷ് ഒരു സബ്ജക്റ്റായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. ഏതെങ്കിലും ഒന്ന് മതി. ഇപ്പം നമ്മൾ 10ാം ക്ലാസ്സിൽ ഇംഗ്ലീഷ് ഒരു സബ്ജക്റ്റായിട്ട് പഠിക്കുന്നുണ്ട്, അപ്പോൾ അത് മതി ഇതിന് ഓക്കെ തെളിയിക്കുന്നതിനായിട്ട്. അതല്ലാതെ നമുക്ക് 10ാം ക്ലാസ്സും +2 ഡിഗ്രിയും എല്ലാത്തിലും ഇംഗ്ലീഷ് വേണമെന്നില്ല. അപ്പോൾ നമ്മൾ ഒന്നെങ്കിൽ 10ാം ക്ലാസ്സിലോ അതല്ലെങ്കിൽ നമ്മൾ 10ാം ക്ലാസ്സിൽ ഹൈസ്കൂൾ ലെവലിലോ അതല്ലെങ്കിൽ നിങ്ങൾ ഹയർ സെക്കൻഡറി ലെവലിലോ അതല്ലെങ്കിൽ ഗ്രാജുവേഷൻ ലെവലിലോ എവിടെയെങ്കിലും നമ്മൾ ഒരു ഇംഗ്ലീഷ് ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ചിരിക്കുന്നത് എവിടെയെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ അത് നിർബന്ധമാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഉദ്യോഗാർത്ഥികൾ നമ്മൾ ഈ പറയുന്ന ഏതെങ്കിലും ഒരു ലെവലിൽ ഇംഗ്ലീഷ് ഒരു സബ്ജക്റ്റായിട്ട് പഠിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അത് ഏതെങ്കിലും ഒരു ലെവലിൽ മതി. ഒന്നെങ്കിൽ നിങ്ങൾ ഹൈസ്കൂൾ ലെവലിൽ മതി. ഇനി അതല്ല നിങ്ങൾ ഹൈസ്കൂളിൽ ഇംഗ്ലീഷ് പഠിച്ചിട്ടില്ല, നിങ്ങൾ എന്താണ് +2 പഠിച്ചിട്ട് അത് മതി. ഇനി +2 പഠിച്ചില്ല ഡിഗ്രിയിൽ പഠിച്ചിട്ട് അത് മതി. ഏതെങ്കിലും ഒന്ന് മതി കേട്ടോ. എല്ലാത്തിലും നമ്മൾ ഇംഗ്ലീഷ് പഠിക്കണം നിർബന്ധമില്ല. ഏതെങ്കിലും ഒരു ലെവലിൽ നമ്മൾ ഇംഗ്ലീഷ് ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ചിരിക്കണം എന്നുള്ളൂ. ഇനി അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അതത് ഏത് സ്റ്റേറ്റിലേക്കാണോ അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറിയിലേക്കാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് അവിടെയുള്ള റീജിയണൽ ലാംഗ്വേജ് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഇതാ റീഡിങ്ങും റൈറ്റിങ്ങും സ്പീക്കിങ്ങും അറിയണം. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കേരളത്തിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ കേരളത്തിൽ മലയാളമാണ് റീജിയണൽ ലാംഗ്വേജ്. അപ്പോൾ ആ ലാംഗ്വേജ് നമുക്ക് മലയാളം റീഡ് ചെയ്യാൻ അറിയണം, റൈറ്റ് ചെയ്യാൻ അറിയണം, സ്പീക്ക് ചെയ്യാനും അറിഞ്ഞിരിക്കണം. ഈ 3 കാര്യങ്ങളും അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ലാംഗ്വേജ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതായത് നിങ്ങൾക്ക് ഈ മെയിൻ എക്സാമിനേഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കേരളത്തിലേക്ക് അപ്ലൈ ആണെങ്കിൽ മലയാളം എഴുതാനും വായിക്കാനും സംസാരിക്കാനും അറിയോ എന്നുള്ള ബേസിക് ആയുള്ള കാര്യങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു വളരെ സിമ്പിളാണ് കേട്ടോ. അത് ജസ്റ്റ് ക്വാളിഫൈ നേച്ചറാണ്. അതിൽ കൂടുതൽ മാർക്കോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമല്ല. ജസ്റ്റ് നമ്മളത് റീഡ് ചെയ്ത് വായിച്ച് അല്ലെങ്കിൽ നമ്മൾ എഴുതി അങ്ങനെ കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അത് വലിയൊരു സംഭവമല്ല. ഓക്കെ, ഇനി അടുത്ത കണ്ടീഷൻസ് കാര്യങ്ങളിലേക്ക് നമുക്ക് വരാം. ഓക്കെ, ഇതിലേക്ക് പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് ഉണ്ടായിരിക്കും. അതായത് ഈ ഒരു എക്സാമിനേഷനെ കുറിച്ച് അതിൻ്റെ ഒരു സ്കീമും കാര്യങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ പറയുന്ന SC ST OBC അതുപോലെ PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് ഓൺലൈനായിട്ട് ലഭിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള താല്പര്യമുള്ള വിദ്യാർത്ഥികൾ നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങളവിടെ ഓൺലൈൻ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയറാണ്. സെലക്ഷൻ പ്രൊസീജിയറിൽ നമ്മൾ പറഞ്ഞു പ്രിലിമിനറി എക്സാമിനേഷനും മെയിൻ എക്സാമിനേഷൻ ഉണ്ടായിരിക്കുക. അപ്പം ഈ പ്രിലിമിനറി എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു എന്താണ് സ്ക്രീനിങ് ടെസ്റ്റാണ്. അത് കഴിഞ്ഞിട്ട് അതൊന്ന് ലിസ്റ്റ് ചെയ്ത വിദ്യാർത്ഥികളെ മെയിൻ എക്സാമിനേഷൻ അപ്പിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മെയിൻ എക്സാമിനേഷൻ കഴിഞ്ഞിട്ടാണ് റീജിയണൽ ലാംഗ്വേജ് ടെസ്റ്റ് ഉണ്ടായിരിക്കുക. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ പ്രിലിമിനറി എക്സാമിനേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. 100 മാർക്കിനുള്ള 3 സെക്ഷനാണ് അതിൽ വരുന്നത്. അതിൽ കാണാം ഇംഗ്ലീഷ് ലാംഗ്വേജ് വരുന്നുണ്ട്, റീസണിങ് വരുന്നുണ്ട്, ന്യൂമറിക്കൽ എബിലിറ്റി വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മീഡിയം ഓഫ് എക്സാമിനേഷൻ നിങ്ങൾക്ക് ഇംഗ്ലീഷിലായിരിക്കും ഉണ്ടാകുക. ഇനി ഹിന്ദിയിലും ഉണ്ടാവും പേപ്പർ, രണ്ടും ഇംഗ്ലീഷ് ഓർ ഹിന്ദിയാണ്, 2 മീഡിയം ഉണ്ടായിരിക്കും. ഓക്കെ, മലയാളത്തിൽ എക്സാം ഉണ്ടായിരിക്കില്ല കേട്ടോ ഇത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇതിൻ്റെ വെയിറ്റേജും കാണാം, ക്വസ്റ്റ്യൻ നമ്പറും മാർക്ക് വെയിറ്റേജും കാര്യങ്ങളിൽ കാണാം. 100 മാർക്ക് 100 ക്വസ്റ്റ്യൻ ആണ് വരിക. ഇനി അടുത്തത് പ്രിലിമിനറി എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്താൽ പിന്നെ മെയിൻ എക്സാമിനേഷൻ ആണ് വരിക. അതും ഒബ്ജക്റ്റീവ് ടൈപ്പാണ്. 250 മാർക്കിനാണ് ക്വസ്റ്റ്യന് വരുന്നത്. 2 മണിക്കൂറായിരിക്കും ടൈം ഡ്യൂറേഷൻ. 5 സെക്ഷനാണ് അതിൽ ഉള്ളത്. അതിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ്, അതുപോലെ റീസണിങ്, അതുപോലെ ന്യൂമറിക്കൽ എബിലിറ്റി, കമ്പ്യൂട്ടർ നോളജ്, ജനറൽ അവയർനെസ് ഇങ്ങനെയാണ് വരുന്നത് സെക്ഷൻ. 200 ക്വസ്റ്റ്യൻ, 250 മാർക്ക് അങ്ങനെയാണ് വെയിറ്റേജ് വരുന്നത് ടോട്ടൽ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മീഡിയം ഓഫ് എക്സാമിനേഷൻ ഇതൊക്കെ ഇംഗ്ലീഷിലായിരിക്കും എക്സാം, ഇംഗ്ലീഷ് ഓർ ഹിന്ദി കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് ഇതിലേക്ക് നിങ്ങൾ പ്രിലിമിനറി ആണെങ്കിലും മെയിൻ എക്സാമിനേഷൻ ആണെങ്കിലും തെറ്റായി രേഖപ്പെടുത്തിയാൽ 1/4 മാർക്ക് നിങ്ങൾക്ക് ആ ഒരു എന്താണ് 25% മാർക്ക് നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് പിടിക്കും കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് നമുക്കിതിൽ റീജിയണൽ ലാംഗ്വേജ് ടെസ്റ്റിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ മെയിൻ എക്സാമിനേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് റീജിയണൽ ലാംഗ്വേജ് ടെസ്റ്റ് ഉണ്ടായിരിക്കുക. അപ്പോൾ അത് ഈ പറയുന്ന കമ്പനിയാണ് നടത്തുക കേട്ടോ. ഓക്കെ, ഇൻഷുറൻസ് കമ്പനിയാണ് നടത്തുക. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സ്റ്റേറ്റ് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ കേരളത്തിലാണ് താമസിക്കുന്നത്, പക്ഷേ നമ്മൾ തമിഴ്നാട്ടിൽ വേക്കൻസിയിലേക്ക് അപ്ലൈ ആണെങ്കിൽ നിങ്ങൾക്ക് തമിഴിൽ നിങ്ങൾക്ക് അറിവുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യും.
അപ്പോൾ നമ്മൾ താമസിക്കുന്ന ഡൊമസൈൽഡ് സ്റ്റേറ്റിൽ തന്നെ, ഇപ്പം ഞാൻ കേരളത്തിലാണ് താമസിക്കുന്നത്, അപ്പോൾ കേരളത്തിൽ തന്നെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മേ ബി നമുക്ക് എന്താണ് ഈ ലാംഗ്വേജ് ടെസ്റ്റ് നമുക്ക് ഒഴിവാക്കി കിട്ടാനുള്ള സാധ്യത ഉണ്ട്. കാരണം അവരിങ്ങനെയാണ് പറയുന്നത്, നമ്മൾ അപ്ലൈ ചെയ്യുന്ന, അതായത് നമ്മൾ താമസിക്കുന്ന സ്റ്റേറ്റ് അല്ലാതെ നമ്മൾ വേറെ സ്റ്റേറ്റിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് റീജിയണൽ ലാംഗ്വേജ് ടെസ്റ്റ് ഉണ്ടാവുമെന്നാണ് പറയുന്നത് കേട്ടോ. കാരണം നമ്മൾ ഡൊമസൈൽഡ് സ്റ്റേറ്റ് ആകുമ്പോൾ നമുക്ക് റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും സ്പീക്ക് ചെയ്യാനും അറിയില്ല, പിന്നെ അത് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ടായിരിക്കാം അങ്ങനെ പറയുന്നത്. ഓക്കെ, ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് റീജിയണൽ ലാംഗ്വേജ് ടെസ്റ്റ് ജസ്റ്റ് ക്വാളിഫൈ നേച്ചറാണ്, അതിലേക്ക് പ്രത്യേകിച്ച് വലിയ മാർക്ക് വാങ്ങി ഇതാക്കുന്നില്ല, ജസ്റ്റ് നമ്മളത് ചെയ്ത് കാണിച്ചു കൊടുക്കുക, അങ്ങനെയുള്ള കണ്ടീഷനുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാനിതിൽ അടുത്തത് എക്സാമിനേഷൻ സെൻറ്ററാണ്. ഇതിന് പ്രിലിമിനറി എക്സാമിനേഷൻ്റെ സെൻറ്റർ നമ്മുടെ കേരളത്തിൽ നിങ്ങൾക്കൂടെ കാണാൻ പറ്റും. കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, തൃശ്ശൂർ, ആലപ്പുഴ, കോട്ടയം ഇവിടങ്ങളാണ് നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരിക്കുക. ഇനി തമിഴ്നാടൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചെന്നൈ, കോയമ്പത്തൂർ, മധുരൈ, തിരുച്ചിറപ്പള്ളി, നാഗർകോവിൽ, അതുപോലെ തഞ്ചാവൂർ, വൃദ്ധുനഗർ ഇവിടെയൊക്കെയാണ് ഉണ്ടായിരിക്കുക കേട്ടോ. ഓക്കെ, തമിഴ്നാടാണെങ്കിൽ. പിന്നെ മെയിൻ എക്സാമിനേഷൻ ആണെങ്കിൽ കേരളത്തിലും കൂടെ കൊച്ചിയും തിരുവനന്തപുരം മാത്രമാണ് മെയിൻ എക്സാമിനേഷൻ ഉണ്ടായിരിക്കുക കേട്ടോ, സെൻറ്റർ. ഓക്കെ, ഇനി ഇതിൻ്റെ അപ്ലിക്കേഷൻ ഫീ ഉണ്ട്. SC/ST PWD എക്സ് സർവീസ്മാൻ ആണെങ്കിൽ അവർക്ക് 100 രൂപയാണ് അപേക്ഷാ ഫീസായിട്ട് വരുന്നത്. എന്നാൽ ബാക്കി എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും 880 രൂപ ഫീ ആയിട്ട് അടയ്ക്കേണ്ടി വരും കേട്ടോ. ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ ഓൺലൈനായിട്ടാണ്. അതിൻ്റെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്കാൻ ചെയ്ത ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ, അതുപോലെ ഒരു ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ ഉണ്ട്. ഡിക്ലറേഷൻ ഇതാണ്, ഇതേ സെയിം വാചകം അവിടെ കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ പേര് ഇവിടെ എഴുതുക, എന്നിട്ട് ഹിയർ ബൈ ഡിക്ലെയർ ദാറ്റ് ഓൾ ഇൻഫർമേഷൻ സബ്മിറ്റഡ് ബൈ മീ, ഇത് കംപ്ലീറ്റ് നിങ്ങൾ ഇതുപോലെ, ഇതിൽ മാറ്റങ്ങളൊന്നും വരുത്താൻ പാടില്ല. ഇതുപോലെ നിങ്ങളൊരു വൈറ്റ് പേപ്പറിലേക്ക് ബ്ലാക്ക് ഇങ്ക് പേന കൊണ്ട് നിങ്ങൾ എഴുതുക. ഓക്കെ, പ്രോപ്പറായിട്ട് ഇത് കറക്റ്റായിട്ട് നിങ്ങൾ എഴുതുക. ഓക്കെ, ഇതിൽ മാറ്റങ്ങളൊന്നും, അക്ഷരങ്ങളോ ഒന്നും മാറ്റം വരുത്താൻ പാടില്ല. എങ്ങനെയാണോ ഇതിൽ തന്നിരിക്കുന്നത് അതേ സെയിം ഫോർമാറ്റ് നിങ്ങൾ എഴുതുക, നിങ്ങളുടെ പേര് ഇവിടെ കൊടുക്കുക, എന്നിട്ട് അത് സ്കാൻ ചെയ്തിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യണം. അതാണ് ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ കേട്ടോ. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ അതിലേക്ക് അപ്ലോഡ് ചെയ്യണം. ഇനി ആപ്ലിക്കേഷൻ പ്രൊസീജിയറിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ട് നമ്മൾ അങ്ങനെ ചെയ്തു പോകേണ്ട കാര്യങ്ങൾ ഞാൻ കാണിക്കാം. അപ്പോൾ ഫോട്ടോഗ്രാഫൊക്കെ ആണെങ്കിൽ നമുക്ക് പാസ്പോർട്ട് കളർ ഫോട്ടോഗ്രാഫ് ആയിരിക്കണം. ലൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണ് നല്ലത്. ഏറ്റവും അവർ പറയുന്നത് വൈറ്റ് ആണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആണെന്നുള്ളതാണ്. ഇപ്പോൾ ലൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ചിട്ടും കൊടുക്കാം. 200x230 പിക്സൽ ആയിരിക്കണം ഡയമെൻഷൻ. 20 KB 80 KB ഇടയിലുള്ള ഫയൽ സൈസ് ആയിരിക്കണം എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി സിഗ്നേച്ചർ ആണെങ്കിൽ വൈറ്റ് പേപ്പറിൽ ബ്ലാക്കിംഗ് പാന കൊണ്ട് സൈൻ ചെയ്തതായിരിക്കണം. 140x60 പിക്സൽ ഡയമെൻഷൻ ആയിരിക്കണം. 10 KB to 20 KB ഇടയിലായിരിക്കണം ഫയൽ സൈസ്. ഇനി ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ ആണെങ്കിൽ അത് 20 to 50 KB ഫയൽ സൈസ്, അതിൻ്റെ ഇടയിലായിരിക്കണം ഫയൽ സൈസ് വരേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ അതിലേക്ക് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. ഇനി അടുത്തത് നമുക്കിതിൽ ഇപ്പോൾ നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ ബെനിഫിറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് 6 മാസം അതിൻ്റെ പ്രൊബേഷൻ പീരീഡ് ഒക്കെ ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, 6 മാസമായിരിക്കും. അത് നമ്മുടെ പെർഫോമൻസ് ഒക്കെ നോക്കിയിട്ട് വീണ്ടും അത് മേ ബി എക്സ്റ്റെൻഡ് ഒക്കെ ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഓക്കെ ആണെങ്കിൽ നമുക്ക് എന്താണ് നമ്മളെ ഈ പെർമനൻറ്റ് പ്ലേസിലേക്ക് ഇടുന്നതാണ്. അപ്പോൾ അതിൻ്റെ സ്കെയിൽ ഓഫ് പേ ഒക്കെ ഇവിടെ കൊടുത്തിട്ട് കാണാം. 24,405 മുതൽ കൂടെ കാണാം 62,240. നമുക്ക് മന്ത്ലി ഒരു മെട്രോ സിറ്റിയിലൊക്കെയാണ് ഇനിഷ്യലി പോസ്റ്റിംഗ് എങ്കിൽ നമുക്ക് 40,000 നമുക്ക് കയ്യിൽ കിട്ടുന്ന എമൗണ്ട് കിട്ടും. മന്ത്ലി നമുക്ക് സ്റ്റാർട്ടിങ് എമൗണ്ടാണ് 40,000. പിന്നെ നിങ്ങൾക്ക് സിറ്റി മാറുന്നതിനനുസരിച്ചൊക്കെ അതിലൊക്കെ വേരിയേഷൻ വരും. പിന്നെ അത് മാത്രമല്ല മറ്റൊട്ടനവധി ബെനിഫിറ്റ്സും അലവൻസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ എക്സ്ട്രാ നമുക്ക് ഉണ്ടാവും കേട്ടോ. നമ്മുടെ പ്ലേസ് ഓഫ് പോസ്റ്റിങ്ങിനൊക്കെ അനുസരിച്ചിട്ട് അത് ചെറിയ രീതിയിലൊക്കെ വാരി ചെയ്യും. ഓക്കെ, അപ്പോൾ അത്രയാണ് അതിൻ്റെ ബെനിഫിറ്റ്സ് കാര്യങ്ങളിലേക്കൊക്കെ വരികയാണെങ്കിൽ. പെർമനൻറ്റ് വേക്കൻസിയാണ് കേട്ടത്, ടെമ്പററി അല്ല, പെർമനൻറ്റ് വേക്കൻസിയാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് നിങ്ങൾ SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർ തയ്യാറാക്കേണ്ട സർട്ടിഫിക്കറ്റ് മാതിരി എല്ലാം സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് തയ്യാറാക്കിയ സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. ഇപ്പോൾ OBC ആണെങ്കിൽ OBC കാൻഡിഡേറ്റ്സ് തയ്യാറാക്കേണ്ട സർട്ടിഫിക്കറ്റ് മാതൃക ഇതിലുണ്ട്. OBC കാൻഡിഡേറ്റ്സ് ഈ ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് തയ്യാറാക്കേണ്ട സർട്ടിഫിക്കറ്റ് താലൂക്കിൽ നിന്ന് ഇഷ്യൂ ചെയ്ത് വാങ്ങേണ്ടതാണ്. അതുകൂടാതെ OBC NCL കാൻഡിഡേറ്റ്സ് ഒരു സെൽഫ് ഡിക്ലറേഷൻ പാടെ ഉണ്ട്. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ തന്നെ ഫില്ല് ചെയ്തിട്ട് നിങ്ങളെ സിറ്റിയും നിങ്ങളുടെ പേരും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നിങ്ങൾ തന്നെ ഫില്ല് ചെയ്തിട്ട് നിങ്ങളുടെ സിഗ്നേച്ചർ ആണ് വേണ്ടത്. ഡേറ്റ്, പ്ലേസ്, അഡ്രസ്സ് ഒക്കെ ഇവിടെ കൊടുക്കുക, നിങ്ങളുടെ റോൾ നമ്പർ. ഇത് നമ്മൾ പിന്നീട് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്തേക്ക് മതി ഈ സർട്ടിഫിക്കറ്റ്, അതായത് സെൽഫ് ഡിക്ലറേഷൻ. ഓക്കെ, നിങ്ങൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്തേക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, മറ്റേത് നമുക്ക് താലൂക്കിൽ നിന്ന് ഇഷ്യൂ ചെയ്ത് നമ്മുടെ ഓൺലൈൻ അപ്ലൈ ചെയ്യുന്നതിൻ്റെ ലാസ്റ്റ് ഡേറ്റിൻ്റെ ഉള്ളിൽ നമ്മുടെ കയ്യിൽ വേണം കേട്ടോ ഈ ഒരു സർട്ടിഫിക്കറ്റ്. ഓക്കെ, OBC നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്, പ്രത്യേകം ശ്രദ്ധിക്കുക, സെൻട്രലിൻ്റെ പർപ്പസിന് വേണ്ടി തയ്യാറാക്കിയ. അപ്പോൾ അത് നമുക്ക് പ്രത്യേകമായിട്ട് എൻ്റെ ഡേറ്റ് ഇവിടെ പറയുന്നുണ്ട്, ഇവിടെ കാണാൻ നിങ്ങൾക്ക്. അതായത് 31/3/2025 എന്ന് പറയുന്ന ഈ ഡേറ്റിനോ അതിന് ശേഷമോ എടുത്ത വാലിഡ് സർട്ടിഫിക്കറ്റ് ആയിരിക്കണം കേട്ടോ. അതോടൊപ്പം തന്നെ റീജിയണൽ ലാംഗ്വേജ് ടെസ്റ്റിൻ്റെ മുൻപ് അതിൻ്റെ മാക്സിമം
അപ് ടു എന്നുള്ള ആ ഡേറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ എടുത്ത ഡേറ്റ് ആയിരിക്കും. ആ 31/3/2025 എന്ന് പറഞ്ഞ ഡേറ്റിൻ്റെയും നമ്മുടെ റീജിയണൽ ലാംഗ്വേജ് ടെസ്റ്റിൻ്റെ ഉള്ളിലുള്ള ആ ഡ്യൂറേഷൻ്റെ ഉള്ളിൽ എടുത്ത വാലിഡ് സർട്ടിഫിക്കറ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഓൺലൈൻ അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട് തന്നെ നിങ്ങൾ സർട്ടിഫിക്കറ്റ് എടുക്കുക. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി മുൻപ് എടുത്ത സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് റിന്യൂ ചെയ്യാൻ കൊടുക്കുക. അപ്പോൾ അതിൻ്റെ അക്നോളജ്മെൻറ്റ് കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടാകും, അതിന് പ്രൂഫായിട്ട് വെക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് 31/3/2025 എന്ന് പറയുന്ന ഡേറ്റിൻ്റെ മുൻപ് എടുത്ത് പറ്റില്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെയുള്ളതാണ് നിങ്ങളത് റിന്യൂ ചെയ്യാൻ കൊടുക്കുക. എന്നിട്ട് ഇത് അക്നോളജ്മെൻറ്റ് കയ്യിലുണ്ടായാൽ മതി. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്തേക്ക് അത് നിങ്ങൾ മറ്റേ സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മതി. അപ്പോൾ 31/3/2025 എന്ന് പറയുന്ന ഡേറ്റിന് ശേഷം എടുത്തത്, അത് ഡേറ്റിന് അതിന് ശേഷം എടുത്തതായിരിക്കണം. ഇനി EWS കാൻഡിഡേറ്റ്സ് ആണെങ്കിലും സെയിം ഡേറ്റ് തന്നെയാണ് കേട്ടോ. 31/3/2025 എന്ന് പറയുന്ന ആ ഡേറ്റ് 2024-25 സാമ്പത്തിക വർഷത്തെ കണക്കാക്കുന്ന ആ ഒരു സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ അതൊക്കെ. ഓക്കെ, അപ്പോൾ EWS കാൻഡിഡേറ്റ്സിൻ്റെയും അതുപോലെ PWD കാൻഡിഡേറ്റ്സിൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റിൻ്റെ മാതൃക ഇതിലുണ്ട്. ഇനി നമ്മൾ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് കാണിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞ ലിങ്ക് കൊടുക്കും. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ വെബ്സൈറ്റിലേക്കാണ് നിങ്ങൾ വരിക. നിങ്ങൾക്ക് ഇവിടെ കാണാം OICL അസിസ്റ്റൻറ്റ് റിക്രൂട്ട്മെൻറ്റ് പറഞ്ഞിട്ട് 500 വേക്കൻസീസ്. താഴെ സ്ക്രോൾ ഡൗൺ ചെയ്യുക. നിങ്ങൾ താഴെ സ്ക്രോൾ ഡൗൺ ചെയ്താൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്ലിക്കേഷൻ ഫോം തന്നെ ഇവിടെ കാണാം, ക്ലിക്ക് ചെയ്യാമെന്ന് കൊടുക്കാം. അവിടെ ജസ്റ്റ് നമ്മൾ ഓപ്പൺ ആയി കാണിക്കാം. ജസ്റ്റ് നമ്മൾ ഓപ്പൺ ന്യൂ ടാബ്. ഓക്കെ, നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം ഓപ്പൺ ആയി വരും. IBPS വഴിയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷനൊക്കെ സ്വീകരിക്കുന്നത്. എക്സാം കാര്യങ്ങളൊക്കെ IBPS ആണ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കാണാം നിങ്ങൾക്ക് റിക്രൂട്ട്മെൻറ്റ് ഓഫ് അസിസ്റ്റൻറ്റ് ഇൻ ക്ലാസ് 3 കാണാം. ഓൺലൈൻ അപേക്ഷ സ്റ്റാർട്ടിംഗ് ഡേറ്റും ക്ലോസിംഗ് ഡേറ്റ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യമായിട്ട് വരുന്നതാണെങ്കിൽ ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ കൊടുക്കുക. ഓൾറെഡി രജിസ്റ്റർ ചെയ്താൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും പാസ്വേഡും കൊടുക്കാനുള്ള ഭാഗമാണ്. ഇവിടെ ലോഗിൻ ഏരിയ ആണ്. ആദ്യമായിട്ട് വരികയാണെങ്കിൽ നമ്മൾ ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ പേരും അതുപോലെ നമ്മുടെ മെയിൽ അഡ്രസ്സും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്ത് കറക്റ്റ്, പിന്നെ നമ്മുടെ ഫോട്ടോ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുക, പിന്നെ മറ്റു ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കുക, പിന്നെ പ്രിവ്യൂ, പിന്നെ നമ്മുടെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ ഡിക്ലറേഷനൊക്കെ അപ്ലോഡ് ചെയ്യുക, ലാസ്റ്റ് പേയ്മെൻറ്റ്. ഇങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റേജ് വരുന്ന 6 സ്റ്റേജസിലൂടെ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഓൺലൈൻ ഫോം ഫില്ലിങ് വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലൊക്കെ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് കൂടുതൽ ആവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല എനിക്ക് തോന്നുന്നു. നിങ്ങൾ അധികവും ഇൻ്റർനെറ്റ് കഫേയിലൊക്കെ പോയി ചെയ്യുന്നവരായിരിക്കും, അതുകൊണ്ടായിരിക്കും. നിങ്ങൾക്ക് തന്നെ മൊബൈലൊക്കെ ഉപയോഗിച്ച് ചെയ്യാം. അപ്പോൾ കൂടുതൽ കമൻറ്റൊക്കെ ഉള്ളതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓൺലൈൻ ഫോം ഫില്ലിംഗ് വീഡിയോ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഡെമോ വീഡിയോ ഒക്കെ ഇടുന്നുണ്ട്. കൂടുതൽ കമൻറ്റ് ഉണ്ടെങ്കിൽ മാത്രം, കാരണം നമുക്ക് നോട്ടിഫിക്കേഷൻ തന്നെ ചെയ്യാനും സമയമില്ലാത്തൊരു പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തുമ്പാട് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് സമയം ഇരിക്കണം. അപ്പോൾ അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളൊരു സപ്പോർട്ട് വേണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യമുണ്ട് തീർച്ചയായിട്ടും കമൻറ്റായിട്ടൊക്കെ രേഖപ്പെടുത്താം. താങ്ക്